ഹലോ വെൽക്കം ലൈവ് മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ലിബർട്ടി ഊദ് ഗോൾഡ് എന്ന പെർഫ്യൂമാണ്. ലിബർട്ടി എന്നുള്ള ബ്രാൻഡ് ഇന്ത്യൻസിന് വളരെയധികം സുപരിചിതമായ ഒരു ബ്രാൻഡാണ്. കാരണം ലിബർട്ടിന്റെ ഷൂസ് മിക്ക ആൾക്കാരും യൂസ് ചെയ്തിട്ടുണ്ടാവും. സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ആക്ഷനും ലിബർട്ടി ആയിരിക്കും നമ്മുടെയൊക്കെ സ്കൂൾ ഷൂസ് ഉണ്ടായിട്ടുണ്ടാവുക. സോ ആ ലിബർട്ടി ബ്രാൻഡിന്റെ തന്നെ പെർഫ്യൂമാണ് ഈ ഊദ് ഗോൾഡ് എന്നുള്ളത്. ഇവർക്ക് കുറച്ചധികം പെർഫ്യൂംസ് ഉണ്ട്. എല്ലാം അത്ര ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നല്ല, കുറച്ചൊരു പ്രീമിയം സൈഡിൽ നിൽക്കുന്ന പെർഫ്യൂംസ് ആണ്. അപ്പോൾ ഇത് 5 ml ആണ്. ഇവിടെ ഇതിന്റെ വലുതിന്റെ ഒരു പിക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് ഈവൻ ദോ ഇത് 20 ml അല്ലെങ്കിൽ 18 ml ഒക്കെ പെർഫ്യൂംസ് വരുന്ന ഒരു ബോട്ടിലാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഇത് 5 ml ഇതിൽ കണ്ടന്റ് ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്ലിയർലി ഇത് 5 ml പെർഫ്യൂം ആണെന്നുള്ളത്. ഇത്രയും വലിയ ബോട്ടിൽ ഇത്തിരിയെ പെർഫ്യൂം ഉള്ളു. അപ്പൊ ആരെങ്കിലും ചെറുതൊക്കെ വാങ്ങിക്കുമ്പോൾ ഇനി എന്താ അതിൽ കുറവ് എന്ന് ചോദിക്കരുത് കമ്പനിയായിട്ട്. അത് അത്രേ വരുന്നുള്ളൂ. അപ്പോ ലിബർട്ടീന്റെ പെർഫ്യൂംസ് എല്ലാം അവര് ഇതിന് താഴെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്രാഫ്റ്റഡ് ഇൻ ഫ്രാൻസ് എന്നുള്ളത്. അത് ഈവൻ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ഫ്രഞ്ച് പെർഫ്യൂമറീസ് നിന്ന് കളക്ട് ചെയ്യുന്ന പെർഫ്യൂംസ് ആണ്. അപ്പൊ അവര് ഇവിടെ അതിനെ റീപാക്ക് ചെയ്യുന്നുണ്ടാവും. അതാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇതിന്റെ ബാക്കിൽ ഇത് പിന്നെ മാർക്കറ്റഡ് ബൈ ലിബർട്ടി ആണ്. പിന്നെ ഇത് മാനുഫാക്ചർ ബൈ ഇവിടെ വെനേസ കോസ്മെറ്റിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവരെന്താ ചെയ്തിട്ടുള്ളത് വെച്ചാല് ഇതിന്റെ ഓയിൽസ് ഫ്രഞ്ച് ഇമ്പോർട്ടഡ് ഓയിൽസ് വെച്ചിട്ട് വെനേസ കോസ്മെറ്റിക്സ് ഈ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്തിട്ട് ലിബർട്ടി മാർക്കറ്റ് ചെയ്യുന്നു. വെനേസ കോസ്മെറ്റിക്സ് അധികം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ഈവൻ വെനേസ പെർഫ്യൂംസ്, ഫ്രഞ്ച് എസൻസ്, അതുപോലെ തന്നെ ഡെൻവർ, ഇങ്ങനത്തെ ഉള്ള ബ്രാൻഡുകളൊക്കെ വെനേസ ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഈവൻ അജ്മലിന്റെ ചില പെർഫ്യൂംസും വെനേസ എന്ന് വരുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ബ്രാൻഡാണ് വെനേസ. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഇന്ത്യൻ പെർഫ്യൂംസിൽ ഈ വെനേസയും പിന്നെ ദ മാൻ കമ്പനിയുടെ ഹീലിയോസ്, ഇവർ രണ്ടുപേരുമാണ് ഇങ്ങനെ കുറെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് പെർഫ്യൂംസ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ ബ്രാൻഡുകളുടെ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നത് ഈ രണ്ട് കമ്പനികളാണ്. അത് നിങ്ങൾക്ക് അതിന്റെ ബാക്കിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നമ്മളൊരു പ്രൈസ് റേഞ്ച്, ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് പെർഫ്യൂംസ് ഇവർ മേക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കണം. അപ്പൊ എന്തായാലും അതൊക്കെയാണ് ഇതിന്റെ ബാക്കിലുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിനി പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. ഊദ് ഗോൾഡ് ഞാൻ പല ഒക്കേഷൻസിലായിട്ട് യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് നല്ല ലിബർട്ടിന്റെ കുറെ പെർഫ്യൂംസ് എന്റെ കയ്യിലുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ ഉള്ളതാണ്. അപ്പൊ ഇത് ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഊദ് ഗോൾഡ് എന്നുള്ളത് എനിക്കിതിന്റെ ഫ്രാഗ്രൻസ് ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ആക്ച്വലി ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ചില ഊദ് ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസുകൾ ഇഷ്ടമില്ല എന്നുള്ളത്. പക്ഷെ ഇത് ആ ഒരു കാറ്റഗറി വരുന്ന ഫ്രാഗ്രൻസ് അല്ല. അത് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടിപ്പിക്കൽ മിഡിൽ ഈസ്റ്റ് ടച്ച് വരുന്ന ആ ഒരു അങ്ങനത്തെ ഒരു വൈബല്ല ഇതിൽ വരുന്നത്. ഇതൊരു നമ്മുടെ മൻസിറ ഊദ്, പിന്നെ അതേപോലെ മൻസിറിന്റെ ഊതായിരുന്നു, ഒരു വെനില ഊദ് കോമ്പിനേഷനിൽ വരുന്ന ഒരു പെർഫ്യൂം ഉണ്ട്. അതുപോലെ മൊണ്ടാലേന്റെ ഒരു ഊദിന്റെ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് ഇതിന്റെ ഫ്രാഗ്രൻസ് വരുന്നത് ഇതിന്റെ ഓപ്പണിങ്ങിൽ ഒരു സ്വീറ്റ്നെസ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ് സെന്റ് ആണ് ഇത് ഈ പെർഫ്യൂം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് പക്ഷേ ആ ഒരു മസ്കി സ്വീറ്റ്നെസ് അല്ല. അതാണ് ഞാൻ മിഡിൽ ഈസ്റ്റ് പെർഫ്യൂംസിൽ നമുക്ക് ബോറായിട്ട് തോന്നും എന്ന് പറഞ്ഞത്. അതല്ല ഇതിലുള്ളത്. ഈ അമീറല്ലൂദ് കൈൻഡ് ഓഫ് അതല്ല, കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ്, ഒരു സ്വീറ്റ്നെസ്, ഒരു റൈസിൻസ് അങ്ങനത്തെ ഒക്കെ പോലത്തെ ഒരു സ്വീറ്റ്നെസ് ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. അത് ഒരു ഇത്തിരി ഡ്രൈ ഡൗൺ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാൻഡൽവുഡ് കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. പിന്നെയാണ് ഇതിൽ നിന്നുള്ള ഊതും വെനിലയും കൂടിയിട്ട് ഡെവലപ്പായി വരുന്നത്. അത് ഡ്രൈ ഡൗൺക്ക് വരുമ്പോൾ വെനില നല്ല രീതിയിലുണ്ട്. ആ ഒരു സ്വീറ്റ്നെസ്, തുടക്കത്തിലുള്ള ഒരു സ്വീറ്റ്നെസ് തന്നെ അതിനിങ്ങനെ ലെയർ ചെയ്ത് അതങ്ങനെ വെനിലയിലോട്ട് പോവാണ്. അതുപോലെ തന്നെ ഈ സാൻഡൽ വുഡിൽ നിന്ന് ഇത് ഇങ്ങോട്ട് മാറിയിട്ട് ഊതിൽക്കും വരികയാണ്. അങ്ങനെയാണ് ഇതിന്റെ ബേസ് നോട്ട്സ് വരുന്നത്. സോ അങ്ങനെയാണ് ഈ പെർഫ്യൂം ഉള്ളത്. ഇത് ഈവൻ ക്വാളിറ്റി വൈസ് എനിക്ക് നല്ലതായിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചെറുതൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആദ്യം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കാരണം ഇതിന് അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. ഇതിന്റെ ഒരു എനിക്ക് 50 ml 2000 എബോ ഒക്കെ പ്രൈസ് വരുന്നുണ്ട്. സോ ഒരു കൈൻഡ് ഓഫ് ഒരു എൻട്രി ലെവൽ ഡിസൈനർ പെർഫ്യൂംസിന്റെ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇവരിതിനെ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾ ചെറുത് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 2.5 hours ലെവലിലൊക്കെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഡ്രസ്സിലാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ 2 hours
ഉള്ളിലുള്ള ഒരു പ്രൊജക്ഷൻ ബോഡിയിലാണ്. പൾസ് പോയിന്റ്സിലേക്ക് ആണെങ്കിൽ ഒരു 2 hours ലെവലിലേക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ അവിടുന്ന് നമുക്കൊരു 6+ hours ഇതിന്റെ ലോഞ്ചിവിറ്റി നമ്മുടെ ഡ്രസ്സിൽ കിട്ടുന്നുണ്ട്. അത് ചില സമയത്ത് അതിൽ കൂടുതലും കിട്ടുന്നുണ്ട്. ഒരു പാർട്ടി ഒക്കേഷൻസിലേക്ക് പറ്റിയ യൂണിസെക്സ് പെർഫ്യൂം ആണിത്. ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റുമോ വെച്ചാൽ കുറച്ച് അപ്ലൈ ചെയ്താൽ ഓൾ ഒക്കേഷൻസിലേക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. സോ അങ്ങനെയാണ് ഈ പെർഫ്യൂം ഉള്ളത്. അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇതിന്റെ സ്റ്റാർട്ടിങ് മുതലേ ഒരു സ്വീറ്റ്നെസ് ആണ്. ആ സ്വീറ്റ്നെസിന്റെ കൂടെ തന്നെ ഒരു ഇത്തിരി ഒരു എന്താ പറയാ ഒരു സാൻഡൽവുഡ് കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസിലേക്ക് ഇത് മാറുന്നുണ്ട്. അവിടുന്ന് ഇത് വെനില ഊത് നോട്ട്സിലേക്ക് മാറുകയാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഊത് വെനില കാറ്റഗറിയിൽ വരുന്നത്, ഇപ്പൊ ഈ മൻസിറ ഊത് വെനില കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ക്വാളിറ്റി വൈസ് ഇത് നല്ലതാണ്, പെർഫോമൻസ് വൈസും നല്ലത് തന്നെയാണ്. പക്ഷെ പ്രൈസ് സാധാരണ നമ്മൾ ഇന്ത്യൻ പെർഫ്യൂംസിൽ കാണുന്നതിനേക്കാൾ ഒരു ഇത്തിരി പ്രൈസിയർ ആയിട്ടാണ് ഞാനത് കണ്ടിട്ടുള്ളത്. സോ നിങ്ങൾ ആദ്യം ചെറുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വലുത് ട്രൈ ചെയ്ത് നോക്കണം. എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.